അപ്പോൾ ആദ്യമായി നമുക്ക് IR സെൻസർ എടുക്കാം. ഇതാണ് IR സെൻസർ അഥവാ ഇൻഫ്രാറെഡ് സെൻസർ. ഇതിലൊരു ഇൻഫ്രാറെഡ് ട്രാൻസ്മിറ്ററും ഇൻഫ്രാറെഡ് റിസീവറുമാണ് ഉള്ളത്. ഇതിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ഇൻഫ്രാറെഡ് വേവ്സ് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുകയില്ല. കാരണം അതിൻ്റെ വേവ് ലെങ്ത് 700 നാനോമീറ്റർ മുതൽ 1 മില്ലിമീറ്റർ വരെയാണ്. ഈ മൊഡ്യൂളിൽ ഒരു ഓപ്പ് ആംപ് അഥവാ ഓപ്പറേഷണൽ ആംപ്ലിഫയർ IC, ഒരു വേരിയബിൾ റെസിസ്റ്റർ അല്ലെങ്കിൽ പോർട്ട്, ഒരു ഔട്ട്പുട്ട് LED മുതലായവയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇൻഫ്രാറെഡ് സെൻസറിൽ 3 പിന്നുകളാണുള്ളത്. ഔട്ട് പിന്ന്, ഗ്രൗണ്ട് പിന്ന്, VCC. ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ഒബ്സ്റ്റക്കിൾ ഇതിന്റെ മുമ്പിൽ ഉണ്ടായാൽ IR ട്രാൻസ്മിറ്ററിൽ നിന്നുള്ള IR രശ്മികൾ ഒബ്സ്റ്റക്കിളിൽ തട്ടി IR റിസീവറിലേക്ക് റിഫ്ലക്ട് ചെയ്യും. ഇതിനനുസരിച്ചാണ് ഇതിന്റെ പ്രവർത്തനം. അപ്പോൾ ആദ്യമായി നമുക്ക് ഇൻഫ്രാറെഡ് സെൻസർ മൊഡ്യൂള് ബ്രെഡ് ബോർഡിൽ കണക്ട് ചെയ്യാം. നമ്മൾ IR സെൻസർ മൊഡ്യൂള് ബ്രെഡ് ബോർഡിൽ കണക്ട് ചെയ്തു. ഇനി നമുക്ക് റിലേ മൊഡ്യൂള് ബ്രെഡ് ബോർഡിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. അടുത്തതായി നമുക്ക് 5 വോൾട്ട് റിലേ മൊഡ്യൂള് ബ്രെഡ് ബോർഡിന്റെ ഒരു സൈഡിലായി ഡബിൾ സൈഡ് ടാപ്പോ മറ്റോ വെച്ച് ഒട്ടിച്ചു വെക്കാം. നമുക്ക് IR സെൻസറിന്റെയും 5 വോൾട്ട് റിലേ മൊഡ്യൂളിന്റെയും കണക്ഷനുകൾ നോക്കാം. അപ്പോൾ IR സെൻസറിന്റെ VCC പിന്നെ നമ്മൾ 5 വോൾട്ട് സപ്ലൈ കൊടുക്കേണ്ട പിന്നാണ്. അപ്പോൾ IR സെൻസറിന്റെ VCC പിന്നും റിലേ മൊഡ്യൂളിന്റെ V+ പിന്നും കൂടി നമ്മൾ ബ്രെഡ് ബോർഡിൽ ഒരു റോല് കണക്ട് ചെയ്ത് ആ റോയിലോട്ട് മൊബൈൽ ചാർജറിന്റെ പോസിറ്റീവ് വയറാണ് കണക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് IR സെൻസർ മൊഡ്യൂളിന്റെ VCC പിന്നും റിലേ മൊഡ്യൂളിന്റെ V+ പിന്നും കൂടി ഒരു ബ്രെഡ് ബോർഡ് റോല് കണക്ട് ചെയ്യാം. IR സെൻസറിന്റെ VCC പിന്നെ റോല് കണക്ട് ചെയ്തു. നമുക്ക് അതേ റോല് റിലേ മൊഡ്യൂളിന്റെ V+ പിന്നെ കണക്ട് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ കണക്ട് ചെയ്തു. ഇനി നമുക്ക് ഗ്രൗണ്ട് പിന്നാണ്. അപ്പോൾ നമ്മൾ VCC പിന്ന് ചെയ്തതുപോലെ തന്നെയാണ് ഗ്രൗണ്ട് പിന്നും ചെയ്യേണ്ടത്. IR സെൻസറിന്റെ ഗ്രൗണ്ട് പിന്നും റിലേ മൊഡ്യൂളിന്റെ ഗ്രൗണ്ട് പിന്നും കൂടി നമ്മൾ മറ്റു റോല് കണക്ട് ചെയ്യണം. എന്നിട്ട് ആ റോയിലോട്ട് നമ്മൾ മൊബൈൽ ചാർജറിന്റെ നെഗറ്റീവ് വയർ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കത് കണക്ട് ചെയ്യാം. IR സെൻസറിന്റെ ഗ്രൗണ്ട് പിന്നെ നമ്മൾ റോല് കണക്ട് ചെയ്തു. ഇനി നമുക്ക് റിലേ മൊഡ്യൂളിന്റെ ഗ്രൗണ്ട് പിൻ കണക്ട് ചെയ്യാം. അപ്പോൾ അത് നമ്മൾ കണക്ട് ചെയ്തു. ഇനി IR സെൻസറിന്റെ ശേഷിക്കുന്ന പിന്നെ ഔട്ട് പിന്നാണ്. ഈ ഔട്ട് പിന്നെ നമ്മൾ റിലേ മൊഡ്യൂളിന്റെ ശേഷിക്കുന്ന പിന്നായ ഇൻ പിന്നിലോട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായി നമുക്ക് മെയിൽ ടു ഫീമെയിൽ വയറാണ് ആവശ്യമായത്. അപ്പോൾ അത് നമ്മൾ കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ IR സെൻസറും റിലേ മൊഡ്യൂളും തമ്മിലുള്ള കണക്ഷനുകൾ കഴിഞ്ഞു. ഇനി നമുക്ക് റിലേ മൊഡ്യൂളിന്റെ മറ്റു വശത്തുള്ള 2 പിന്നുകളിലായിട്ട് നമുക്ക് ഹോൾഡർ കണക്ട് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് അതിന്റെ കണക്ഷനുകൾ നോക്കാം. ഇനി നമുക്ക് കണക്ട് ചെയ്യേണ്ടത്
റിലേ മൊഡ്യൂളിൽ നിന്ന് ഹോൾഡറിലോട്ടാണ്. അപ്പോൾ റിലേ മൊഡ്യൂളിൻ്റെ 3 കണക്ടർ പിന്നുകളാണിത്. നോർമലി ഓപ്പൺ, കോമൺ, നോർമലി ക്ലോസ്. അപ്പോൾ ഹോൾഡറിൽ നിന്നുള്ള ഒരു വയറ് നമ്മൾ കോമണിലോട്ട് കണക്ട് ചെയ്യും. എന്നിട്ട് നോർമലി ക്ലോസിൽ നിന്നുള്ള ഒരു വയറും ഹോൾഡറിൻ്റെ മറ്റേ വയറും കൂടി നമ്മൾ പ്ലഗിലോട്ട് കണക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് അത് കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഹോൾഡറിലോട്ട് വയർ കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ 2 വയറും കണക്ട് ചെയ്തു. ഇനി നമുക്ക് ഹോൾഡർ ക്ലോസ് ചെയ്യാം. ഹോൾഡറിൽ നിന്നുള്ള ഒരു വയർ കോമണിലും കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്തു. ഇനി നോർമലി ക്ലോസിൽ നിന്ന് ഒരു വയറ് നമുക്ക് പുറത്തേക്ക് ഇടണം. പ്ലഗിൽ കൊടുക്കാൻ വേണ്ടിയാണത്. അപ്പോൾ അത് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ടൈറ്റ് എടുക്കാം. അത് നമ്മൾ കണക്ട് ചെയ്തു. ഇനി നമുക്ക് മൊബൈൽ ചാർജറാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമുക്ക് കണക്ട് ചെയ്യാം. ഇനി നമുക്ക് മൊബൈൽ ചാർജർ എടുത്തിട്ട് നമ്മൾ മൊബൈലിൽ കണക്ട് ചെയ്യുന്ന ആ ഭാഗം കട്ട് ചെയ്ത് ആ ഭാഗത്തെ ഇൻസുലേഷൻ കളയണം. എന്നിട്ട് നെഗറ്റീവ് വയറും പോസിറ്റീവ് വയറും അല്ലാത്ത എല്ലാ വയറുകളും കട്ട് ചെയ്ത് ഒഴിവാക്കണം. നമുക്ക് മൊബൈൽ ചാർജറിന്റെ നെഗറ്റീവ് വയറ് നമ്മൾ നെഗറ്റീവ് പിൻ വയർ കണക്ട് ചെയ്ത റോല് കണക്ട് ചെയ്യണം. പോസിറ്റീവ് വയറ് നമ്മൾ VCCയും V+ പിന്ന് കണക്ട് ചെയ്ത ആ റോലുമാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമ്മൾ കണക്ട് ചെയ്തു. അപ്പോൾ ഓട്ടോമാറ്റിക് റൂം റീഡിംഗ് ലൈറ്റ് പ്രൊജക്റ്റിന്റെ മേക്കിംഗ് പ്രോസസ്സ് കഴിഞ്ഞു. ഇനി ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം.